ഹായ്, ഇന്ന് അടിപൊളി ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയല്ലോ. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണല്ലേ, പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനും പറ്റുമേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാങ്ങ ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാത്രത്തിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഒന്ന് മുങ്ങിക്കിടന്ന് വേവണം, അത്രയും വെള്ളം മതിയേ. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. ഇപ്പോൾ മാങ്ങ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം പറ്റി മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷമേ നമുക്ക് അരപ്പിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിനുള്ളതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ മാങ്ങായും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരച്ചെടുത്ത അരപ്പിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതങ്ങ് അരയരുത്, നമ്മൾ തേങ്ങയുടെ കൂടി ഇട്ടാൽ ഇതങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണേ ആകാവൂ കേട്ടോ, ഒരുപാടാകരുത്. ഇനി ഇതുണ്ടാക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ 4-5 കൊച്ചുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉലുവ ചേർത്തൊന്ന് പൊട്ടിക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങാക്കറിക്ക് കടുകല്ല കടുക് വറുക്കേണ്ടത്, ഉലുവയാണ് കടുക് വറുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടി ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാമേ. ഇത് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന മാങ്ങ കൂടി ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് വെള്ളമായി പോവുകയും ചെയ്യരുത് കേട്ടോ. അത് നോക്കിയിട്ട് വേണം അരപ്പിനുള്ള വെള്ളം ചേർക്കാനായിട്ട്. ഈ ഒരു കറിക്ക് കുറച്ചൊരു തിക്നെസ് വേണം, എങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കറി തിളയ്ക്കരുത്, നല്ലപോലെ ചൂടാകുകയും ചെയ്യാവൂ. തിള വരുന്നതിന് മുമ്പേ തന്നെ ഇത് ഓഫ് ചെയ്യണം. ഫ്ലെയിം നമ്മളങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ കറി നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.